ക്ഷീണം, കുടിക്കാനൊന്നുമില്ലേ? ഇത്രയും ക്ഷീണിക്കാൻ വലിയ കളിയൊന്നും കുടിച്ചോ 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 കുടിച്ചോ. ഉത്തേജക മരുന്നാ. ഉത്തേജക മരുന്നാ. ഈ മരുന്ന് നമ്മുടെ ടീം കഴിച്ചു കഴിഞ്ഞാൽ മാധവൻകുട്ടിയുടെ ടീം ഈ ഗ്രൗണ്ടിൽ കിടന്ന് വെള്ളം കുടിക്കും. വെള്ളം അവിടെ കഴിച്ചോ കഴിച്ചോ. ഞാൻ കുടിച്ചില്ലെന്ന് ഇങ്ങനെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു വാരി കഴിച്ചോണം. ഈ ടീമിന്റെ ക്യാപ്റ്റനല്ലേ ഞാൻ. ഒരു തുള്ളി എനിക്ക് വേണ്ടി വെച്ചൂടെ? അതെ അതെ. ഇവരെന്താ കുടിച്ചത് തിരുമി ഇറക്കുകയാണ്. വെടിക്കെട്ട് മരുന്നാണ്. ഇവരെന്താ പല്ല് തേക്ക് കുത്തുകാരില്ല. എന്താ മരുന്നിന്റെ ശക്തി? ഇത്രയും പെട്ടെന്ന് കയറി പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഒരു എമ്മിനി നമുക്ക് വന്നില്ലേ? വിജയ ചതി. നായ്ക്കരുടെ പരിയുടെ ഈ തെണ്ടി നമ്മളെ കൊണ്ട് കുടിപ്പിച്ചത് ഇവനാണ് എനിക്ക് തന്നത്. ഞാൻ കൊല്ലും. വിജയ നമ്മൾ ഈ തൊഴിലും വെച്ച് എന്ത് ചെയ്യും? ചതി ചതി ചതി. കളിക്കാരൊന്ന് നായ്ക്കറി പിടിയിട്ട് ചതി വൻ ചതി. അടിച്ച് പൊളിക്കടാ. ചതിച്ചില്ലേ? കളി തോൽക്കാറാകുമ്പോ തോന്നിയാസം കാണിച്ചാണ്ടല്ല അടിച്ചണ്ണാക്ക് പൊളിക്കും. എന്താ ഇവിടെ? മാധവൻകുട്ടി ഇന്നലെ കൂത്താട്ട് പറമ്പിന്ന് വിളിച്ചായിരുന്നു. അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട, ഞാൻ മാധവൻകുട്ടിയുടെ കാര്യം പറഞ്ഞ മാല മാല ഓർമ്മല്ലേ? ഇയാൾക്കെന്താ വട്ടുണ്ടോ? ശല്യം ചെയ്യാതെ പോയേ. അത്രയ്ക്ക് ശല്യമാണെങ്കിൽ അവൻ തന്ന മാല തിരിച്ചാ. ഇനി എന്നെ ശല്യം ചെയ്താൽ ഞാൻ ഉച്ച വെച്ച് ആളെ കൂട്ടും. ഓ ആളെ കൂട്ടു. എന്നാ കൂട്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നാണോ മാനോ ഇല്ലാത്ത വർഗങ്ങള്. വിജയ നീ എന്തിവിടെ? വിജയനാ സാറൊന്ന് വിളിയടാ. സാറേ എന്താ ഇവിടെ? ഞാൻ ATM-ൽ വന്നതാ. അപ്പോഴേ ഇയാള് പ്രത്യേകം പറയണം. എന്നാ പിന്നെ താഴെ ഇറക്ക്. കുട്ടി വയ്ക്കുള്ളൂ, ഞാൻ ഇവനെ ഡീൽ ചെയ്തോളാം. കുറച്ച് സ്പേസ് കൊടുക്കും. ശരിക്കും ഡീല് നടന്നു. ബൈ, സീ യു. ആ സാധനം കൊണ്ടുവരും. താഴെ ഇറക്കി. നീ പോലീസിനെ വിട്ടിച്ചോടു അല്ലേടാ? വൈരാഗ്യം തീർക്കണല്ലേ? അതെ. നിനക്കെന്താടാ പെൺകുട്ടിയായിട്ട് ബന്ധം? ഓ അത് മാധവൻകുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണാ. മാധവൻകുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണോ? ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. SI വിജയനോട് കളി വേണ്ട പറഞ്ഞേക്കാം. അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. ഇനി ആ കുട്ടി അങ്ങനെ ഉപദ്രവിച്ചാ ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞു. ഇത് വെറും സാമ്പിൾ. അപ്പൊ വരും. വീട്ടിൽ പോടാമോ? കളിച്ചാൽ കളിപ്പട്ടി. ഞാൻ പോവാ വീട്ടിലേക്കല്ല, മാധവൻകുട്ടിയുടെ അടുത്തേക്ക്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് തിരിച്ചു വരും. സാറേ പോരാ. കാർ ഇടിച്ചതുമില്ല. ഇനി സാർ തൂക്കിക്കൊന്ന വല്ല പ്രതികളുമായിരിക്കോ? അല്ല, ഐ മീൻ കസിൻസ് ആൻഡ് സിസ്റ്റേഴ്സ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ തൂക്കിക്കൊല്ലാതെ പിന്നെ എന്താ ചെയ്യാ? വിജയൻ ആരെയാ നോക്കുന്നത്? അല്ല, സരള ചേച്ചിയെ കാണുന്നില്ല. അവൾ അവിടെ അടുക്കളയിൽ കാണും. സരളെ വന്നു. ഞാൻ കണ്ടു. ചായ എടുക്കാൻ വേണ്ടി പോയതാ. സാർ, ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? ഭൂമി കച്ചവടം. സാർ ഈ വീട് വിൽക്കാൻ പോകുന്നറിഞ്ഞു. ഇവന്റെ 2-3 പാർട്ടികളുണ്ട്. അതാ ഇവൻ പറഞ്ഞത്. നല്ല വില കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് ധൃതി പിടിച്ച് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ല, ആവശ്യങ്ങളുണ്ട്. മക്കൾക്ക് ബാംഗ്ലൂരിൽ സെറ്റിൽ ആവണമെന്നാ. ഞാൻ അവരുടെ ഒരാഗ്രഹത്തിനും ഇതുവരെ എതിര് നിന്നിട്ടില്ല. മാത്രമല്ല, അവരെ ആരുടെങ്കിലും കൈ പിടിച്ചേൽപ്പിക്കണ്ടേ? പിന്നെ തീർച്ചയായിട്ടും നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരനെ കൊടുക്കാൻ പാടുള്ളൂ. നല്ല ഉദ്യോഗം, നല്ല കായിക ശേഷി, അതായത് ഈ കബഡി കളിയൊക്കെ അറിയാവുന്ന. ഇല്ല വിജയ? അപ്പോ ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണട്ടെ. ആവശ്യക്കാർക്ക് ഏകദേശം ഒരു രൂപം കൊടുക്കാലോ. ആയിക്കോട്ടെ. സരളെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക. വിജയ, ഞാൻ വിശാലമായിട്ടൊന്ന് കണ്ടിട്ട് വരാം. ആള് പാവാ, ചുമ്മാ ഇങ്ങനെ മണ്ടത്തരങ്ങള്. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടും ഇത് നോക്കാൻ ആരും വന്നില്ല. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇതങ്ങനെ പെട്ടെന്നൊന്നും വിറ്റ് പോത്തില്ലെന്നേ. അതെന്താ? അതെ, ഇവിടെ ചെറുതായിട്ട് പ്രേതത്തിന്റെ ശല്യമുള്ളതാ. എന്നാ മുകളിൽ കയറി കണ്ടിട്ട് വാ. എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ടേ. പിന്നെ പട്ടാപ്പകലല്ലേ പ്രേതം. ഈ ബിജു എത്ര കണ്ടിരിക്കുന്നു. ഇതൊരു മുറി. എന്റെ കോളാമ്പി തിരിഞ്ഞു വെച്ചേക്കണം. കോളാമ്പി അല്ലേ? അയ്യോ, ആ എലിഫന്റ് ആനയുണ്ടാ കൂടെ. എന്റെ അമ്മേ.
ഹായ്. എന്താ ഈ വീടൊന്ന് നോക്കാൻ വന്നതാ. ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ. അതെന്താ? ഈ ഭൂമി കച്ചവടം. എന്താ? ബിജുവിന്റെ കരച്ചില്ലയോ? അയ്യോ എന്റെ ദൈവമേ, അയ്യോ മോനെ വിജയ, അയ്യോ, രണ്ടും വെട്ടിയിട്ട വാഴ പോലെയല്ലേ കിടക്കുന്നേ മോനെ വിജയ. ഇരട്ടകളാ. അയ്യോ, പലരും കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നത് ആദ്യം. ഫസ്റ്റ് ടൈമാ. ഇവനുമായിട്ട് എന്തോ ഇത്ര സംസാരം? എടാ, അവളെന്താ മാധവൻകുട്ടിയുടെ വണ്ടിയിൽ? രാത്രി നിന്നെ കണ്ട കാര്യം അവൾ അവനോട് പറയോ? ഏയ്, അവനോട് പറയാൻ വഴിയില്ല. ശരിയാ, പോലീസിനോട് അവള് പറയും. പേടിപ്പിക്കാതെ പാടേ. എങ്ങനുണ്ട്? എന്താന്ന്? നെഞ്ചത്ത് കൊള്ളേണ്ട വെടിയാ അതിസാഹസമായി ഞാൻ തടുത്തത്. ബിജു, ഞാൻ നോക്കിയപ്പോ വെടിയുണ്ട് ഇങ്ങനെ ചീറി പാഞ്ഞു വരികയാണ്. ഏകദേശം ഇവിടെ എത്തിയപ്പോ ഞാൻ ജഡ്ജി സാറിനെ പിടിച്ചങ്ങ് മാറ്റി അതങ്ങ് നേരെ പോയി. അല്ലായിരുന്നെങ്കിൽ ജഡ്ജി സാറ് അതിനിപ്പോ ഞാനെന്തോ വേണമെന്നാ? അല്ല, എല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. വെടി വെച്ചവൻ ആള് പ്രൊഫഷണലാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ദേ അവരോട് പറഞ്ഞാൽ മതി. അവരോട് നമസ്കാരം സാർ. ജസ്റ്റിസ് വിശ്വനാഥൻ അകത്തുണ്ട്. നമ്മളാരാ? ഞാൻ അളിയനാ. എന്റെ അളിയനോ? അല്ലല്ല, വിശ്വാസ് സാറിന്റെ. ആ, പുതിയ CA ആണല്ലേ? അതെ, യതീന്ദ്രൻ പുലിക്കുട്ടിയാ. ഇന്നലെയാ ചാർജ് എടുത്തത്. ആയിക്കോട്ടെ. പോയില്ലേ? ഇല്ല. ആ പെണ്ണ് നിന്റെ പേരെങ്ങാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ കുടുങ്ങിയത് തന്നെ. എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ പേര് പറയുന്നത്? അവള് നിന്നെ കണ്ട സ്ഥിതിക്ക് പോലീസിന് പറഞ്ഞു കൊടുക്കുന്നു ഉറപ്പാ. അപ്പൊ അയാളെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ നീ തന്നെയാണെന്ന് ഉറപ്പാവും, നീ അകത്തുമാവും. ഈശ്വര, നിന്റെ വാക്ക് കേട്ടിട്ടാ ഞാൻ ആ കപ്പ് പൊട്ടിക്കാൻ പോയത്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. വെറുതെ ആയിരുന്നു. പിന്നൊരു സമാധാനമുണ്ട്, എന്നെ പിടിച്ചാ നിന്നെയും പിടിക്കുമല്ലോ. എന്നെ എങ്ങനെ പിടിക്കാൻ? ഫസ്റ്റ് ഡി തന്നെ നിന്റെ പേരും അഡ്രസ്സും ഞാൻ വിളിച്ചു പറയില്ലേ? ഇവിടെ ഫേസ് കാണിക്കരുത്. ഫേസ് മറച്ചോ. ഇവിടെ ഇത്രയും പെട്ടെന്ന് ഡ്രസ് മാറിയ ഡ്രസ് മാറിയാ? മാറിയെന്നേ. മാറിയാ? പിന്നെ ഉച്ചക്ക് വന്നിരുന്നെങ്കിൽ ഊണ് കഴിക്കായിരുന്നു. ഹലോ, വിളിച്ചോ? ഒന്ന് നിന്നേ. ആ, അപ്പൊ പോലീസിലും കള്ളന്മാരുണ്ടല്ലേ? സത്യമായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അതെ, കുട്ടി ഇവനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇവൻ അങ്ങനെയുള്ളവനല്ല. കൊലപാതകം, ബലാത്സംഗം, പിടിച്ചുപറി, ഇത് എന്ത് ചെയ്താലും ഇവൻ മോട്ടിക്കില്ല. അത് കുറച്ചുകൂടി കേറ്റി പറയണോ? നീ ഒന്നും പറയണ്ട. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ പോലീസ് അല്ലെങ്കിൽ ഒരു സെല്യൂട്ടൊക്കെ ആവാം. വേണ്ടായിരുന്നു. പോലീസ് ജീപ്പിൽ ചെന്നപ്പോ എല്ലാവർക്കും എന്തൊരു ബഹുമാനം. നിന്നോടാരാ ജീപ്പ് എടുക്കാൻ പറഞ്ഞു? പിന്നെ ജ്യൂസ് കുടിക്കാൻ നടന്നു പോകും. മേലിൽ ഇത് ആവർത്തിച്ച അടിച്ചിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളെ. എന്റെ ഷേപ്പാണോ മാറ്റാൻ പോന്നെ? അയ്യോ സർ, ഇവന്റെ ആണ് സർ. അല്ലെങ്കിലോ എന്റെ മുഖത്തിനൊരു ഷേപ്പും ഇല്ല. പിന്നെ താനായിട്ട് മാറ്റണോ? ആരാ? കൂട്ടുകാരൻ, ഫ്രണ്ടാ. ഫ്രണ്ടുക്കളാ? ഞാൻ പുറത്തു നിൽക്കുന്നതായിരിക്കും നല്ലതല്ലേ. ചേട്ടാ ഒന്ന് വഴി തന്നെ, ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഒന്ന് മറിഞ്ഞേക്കൂ. നല്ല അനുസരണയുണ്ട്. ആഹാ, നല്ല സ്ഥലം, നല്ല ആളുകൾ. കാശുണ്ടായിരുന്നെങ്കിൽ 10 സെന്റ് വസ്തു വാങ്ങാമായിരുന്നു. തൽക്കാലം ഒരു മോരും വെള്ളം വാങ്ങി കുടിക്കാം. അയ്യോ, എന്റെ നെഞ്ചും കൂടെ. ഇതെന്തോന്ന് സഹ്യപർവ്വതം? ഹലോ, സുഹൃത്തല്ലേ? അതെ, എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അയ്യോ, എല്ലാരും കൊള്ളാം, ഒന്നിനൊന്നും വെച്ച്. ചേട്ടാ വെറുതെ വിടിയോ? പാവമല്ലേ, എന്തിനാ സുഹൃത്തിനെ ഉപദ്രവിക്കുന്നത്? ഞാൻ പറയുന്ന കേൾക്കൂ. കറക്റ്റ് നെഞ്ചിന്റെ പ്ലേഹ, നെഞ്ചും കൂടും. ഓക്കെ. അയ്യോ അയ്യോ, അയ്യോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല.
ഒരു പോയി പോയില്ലേ